ഈ വീഡിയോയിൽ ബേസിക് അക്കൗണ്ടിങ് ടേംസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ആദ്യത്തെ ടേമാണ് എൻറ്റിറ്റി. എൻറ്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ് സ്ഥാപനത്തിന് തന്നെയാണ് എൻറ്റിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ട്രാൻസാക്ഷൻസ്. ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് സാധനം കൊടുക്കുന്നു, തിരിച്ച് പണം നൽകുന്നുണ്ടെങ്കിൽ ഇതിനെ ട്രാൻസാക്ഷൻസ് എന്ന് പറയും. ഇപ്പോൾ പറഞ്ഞിട്ടുള്ള എക്സാമ്പിൾ ക്യാഷ് ട്രാൻസാക്ഷനുള്ള ഉദാഹരണമാണ്. ഇപ്പോൾ കടത്തിനാണ് സാധനങ്ങൾ വാങ്ങുന്നതെങ്കിൽ അതെന്തായിരിക്കും? ക്രെഡിറ്റ് ട്രാൻസാക്ഷനുള്ള ഒരു ഉദാഹരണമായിരിക്കും. സാലറി പേ ചെയ്യുന്നത് ഒക്കെ തന്നെ ഇതിലുള്ള ഉദാഹരണങ്ങളാണ്. അടുത്തത് അസറ്റ്. അസറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു റിസോഴ്സാണ്. മോണിറ്ററി ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു റിസോഴ്സാണ് അസറ്റ്. അസറ്റ് രണ്ട് ഫോമിലുണ്ട്. ഫിക്സഡ് അസറ്റിൻ്റെ ഫോമിലും ഉണ്ട്, അതേപോലെ തന്നെ കറണ്ട് അസറ്റിൻ്റെ ഫോമിലും ഉണ്ട്. അടുത്തതാണ് ലയബിലിറ്റീസ്. ലയബിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിൻ്റെ കടങ്ങളാണ് ലയബിലിറ്റീസ് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. കറണ്ട് ലയബിലിറ്റീസും ഉണ്ട്, നോൺ കറണ്ട് ലയബിലിറ്റീസും ഉണ്ട്. ഒരു വർഷത്തിനുള്ളിൽ കൊടുത്തു തീർക്കേണ്ട ലയബിലിറ്റീസിനെയാണ് കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. ഒരു ലോങ് ടേമിൽ ഒരു വർഷത്തിനേക്കാളും കൂടുതൽ കാലയളവ് കൊണ്ട് നമ്മൾ കൊടുത്തു തീർക്കേണ്ട ലയബിലിറ്റീസിനെയാണ് നോൺ കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. അടുത്ത ടേമാണ് ക്യാപിറ്റൽ. ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഓണർ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ടിനെയാണ് ക്യാപിറ്റൽ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ക്യാപിറ്റലിനെ പൊതുവെ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലാണ് കാണിക്കുന്നത്. കാരണം എന്താണ്? ബിസിനസ്സിൻ്റേതായ ഇൻഡിവിജ്വൽ എക്സിസ്റ്റൻസ് ഉണ്ട് എന്നുള്ള ടൈം നമ്മളിപ്പോൾ ഓർക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ ഇത് കാണിക്കുന്നത്. അടുത്തത് സെയിൽസ്. സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധനങ്ങൾ വിൽക്കുന്ന സമയത്ത്, ഗുഡ്സ് വിൽക്കുന്ന സമയത്ത് ലഭിക്കുന്ന മൊത്തം വരുമാനത്തിനെയാണ് സെയിൽസ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇത് രണ്ട് ഫോമിലുണ്ട്. ക്യാഷ് സെയിൽസും ഉണ്ട്, ക്രെഡിറ്റ് സെയിൽസും ഉണ്ട്. കടത്തിന് ഗുഡ്സ് വിൽക്കുന്നുണ്ടെങ്കിൽ അതിന് ക്രെഡിറ്റ് സെയിൽസ് എന്ന് പറയുന്നു. അടുത്തതാണ് എക്സ്പെൻസസ്. എക്സ്പെൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുമാനം ലഭിക്കുന്നതിന് വേണ്ടി ചില ചിലവുകൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ സാലറി, വേജസ്, റെൻറ്റ്, ടെലിഫോൺ എക്സ്പെൻസസ്, അതൊക്കെ തന്നെ എക്സ്പെൻസിനുള്ള ഉദാഹരണമാണ്. എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ബെനിഫിറ്റ്സ് നേടാനായി നമ്മൾ ചില എമൗണ്ട് സ്പെൻഡ് ചെയ്യും. ഈ ബെനിഫിറ്റിൻ്റെ കാലയളവ് ഒരു വർഷത്തിൽ കൂടുതലാണെങ്കിൽ അതിന് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയും. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ മിഷനറി വാങ്ങിച്ചു. മിഷനറി വാങ്ങുന്ന സമയത്ത് ഒരു ചിലവ് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ മിഷനറി വാങ്ങിച്ചിട്ട് നമ്മൾ ഗുഡ്സ് കൂടുതൽ ഉണ്ടാക്കാൻ പറ്റി, പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ പറ്റി, സെയിൽസ് കൂട്ടി പ്രോഫിറ്റ് നേടാൻ പറ്റി. അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചിലവ് ഉണ്ടായിട്ടുള്ളത്. ദീർഘകാലത്തേക്ക് നിൽക്കുന്ന ഒരു ബെനിഫിറ്റ് ഉണ്ടാക്കാനാണ് ഈ ചിലവ് ഉണ്ടായിട്ടുള്ളത്. സോ അതിനെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയും. റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബെനിഫിറ്റ് വിത്തിൻ 1 ഇയർ ആയിരിക്കും. അടുത്ത കാര്യമാണ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലവിനേക്കാളും വരവ് കൂടുതലാണെങ്കിൽ അതിനെ പ്രോഫിറ്റ് എന്നാണ് പറയുന്നത്. മൊത്തം വരുമാനം 2 ലക്ഷവും ചിലവ് 1,50,000 ആണെങ്കിൽ പ്രോഫിറ്റ് എത്രയായിരിക്കും? 50,000. സോ ലോസ് പറയാം. ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലവാണ് കൂടുതലെങ്കിൽ അതിനെ നമുക്ക് ലോസ് എന്ന് പറയാം. നെക്സ്റ്റ് ടേമാണ് ഗെയിൻ. ഗെയിനും പ്രോഫിറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ബിസിനസ്സിൽ എന്താണോ മെയിനായിട്ടും അവർ ചെയ്യേണ്ട കാര്യം അത് ചെയ്തത് കൊണ്ട് ഉണ്ടായിട്ടുള്ള ലാഭത്തിനെയാണ് പ്രോഫിറ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. എന്നാൽ ഗെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ്സിൻ്റെ സ്വാഭാവികപരമായ പ്രവർത്തനങ്ങൾ കൊണ്ട് നേടിയൊരു കാര്യമല്ല. വിന്നിങ് എ കോർട്ട് കേസ്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു അസറ്റ് ഉണ്ടായിരുന്നു, ഒരു ഫിക്സഡ് അസറ്റ് ഉണ്ടായിരുന്നു, ഒരു ലാൻഡ് ബിസിനസ് സ്ഥാപനത്തിൽ ഉണ്ടായിരുന്നു. ആ ഭൂമിയുടെ വില, ആ മേഖലയിൽ വികസനം ഉണ്ടായതുകൊണ്ട് ആ ഭൂമിയുടെ വില കൂടി. അപ്പോൾ അപ്രീസിയേഷൻ ഇൻ ദ വാല്യൂ ഓഫ് അസറ്റ് ഉണ്ടായി. അതുകൊണ്ട് നേട്ടം സംഭവിച്ചു. അത് എന്തായിരിക്കും? ഗെയിനുള്ള ഒരു എക്സാമ്പിളാണ്. അടുത്ത പോയിൻ്റാണ് ഡിസ്കൗണ്ട്. ഡിസ്കൗണ്ട് 2 ഫോമിലുണ്ട്. ഒന്ന് ട്രേഡ് ഡിസ്കൗണ്ട്, മറ്റൊന്ന് ക്യാഷ് ഡിസ്കൗണ്ട്. ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് ദ ടൈം ഓഫ് സെല്ലിംഗ് ഗുഡ്സ്, അപ്പോൾ കൊടുക്കുന്ന ഡിഡക്ഷനെയാണ് ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ഡിഡക്ഷൻ ഫോർ പ്രോംപ്റ്റ് പേയ്മെൻറ്റ്. ഇപ്പോൾ നമ്മൾ കടത്തിന് സാധനം വിൽക്കുന്നുണ്ട്, അപ്പോൾ ഈ കടം കറക്റ്റ് സമയത്ത് തന്നെ പേ ചെയ്തു. സോ അതുകൊണ്ട് അവരെ എൻകറേജ് ചെയ്യാനായിട്ട്
ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് ക്യാഷ് ഡിസ്കൗണ്ട് എന്നാണ് പറയുന്നത്. അടുത്തത് വൗച്ചർ. വൗച്ചർ എന്ന് പറയുന്നത് ഒരു ഡോക്യുമെൻ്ററി എവിഡൻസ് ആണ്. നമ്മുടെ ട്രാൻസാക്ഷൻസിന് ഈ ഒരു ട്രാൻസാക്ഷൻ നടന്നു എന്ന് ഉറപ്പുവരുത്താനായി, സപ്പോർട്ട് ചെയ്യാനായി ഉള്ള ഒരു ഡോക്യുമെൻ്ററി എവിഡൻസ് ആണ് വൗച്ചർ. ഉദാഹരണത്തിന് ക്യാഷ് മെമ്മോ, ഇൻവോയ്സ്, റെസിപ്റ്റൊക്കെ ഇതിനുള്ള ഉദാഹരണങ്ങളാണ്. അടുത്തതാണ് ഗുഡ്സ്. ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ അവർ പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നു. ഈ പ്രൊഡക്ട്സിനെ തന്നെയാണ് ഗുഡ്സ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഒരു ഫർണിച്ചർ ഉണ്ടാക്കുന്ന സ്ഥാപനത്തിന് ഫർണിച്ചർ അവരുണ്ടാക്കി കഴിഞ്ഞാൽ അവർക്ക് ഗുഡ് എന്ന് പറയുന്നത് ഫർണിച്ചർ ആയിരിക്കും. പക്ഷേ മറ്റുള്ള സ്ഥാപനങ്ങൾക്കും ഈ ഫർണിച്ചർ എന്തായിരിക്കാം? ഒരു അസറ്റായിരിക്കാം. സ്റ്റേഷനറി ഡീലറിനെ സംബന്ധിച്ച് സ്റ്റേഷനറി അവർക്ക് എന്താണ്? ഗുഡാണ്. ഫോർ അതേഴ്സ് ഇറ്റ് ഈസ് ആൻ എക്സ്പെൻസ്. ഇനിയും ഒരു 5 ടേമും കൂടി പറയാനുണ്ട്. സോ അത് നെക്സ്റ്റ് വീഡിയോയിൽ ഷെയർ ചെയ്യാം.